السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2 മാസത്തിന് ശേഷം വീണ്ടും അള്ളാഹുവിൻ്റെ കലാമ് വിശദീകരിക്കുന്ന നമ്മുടെ മഹനീയമായ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. റഹ്മാനായ റബ്ബ് അവൻ്റെ കലാമ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും മഹാഭാഗ്യം നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 11ഓളം ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കും, അങ്ങനെ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി മടക്കപ്പെടും എന്ന ആശയം വരുന്ന വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. തുടർന്നുകൊണ്ട് അല്ലാഹു പരലോകത്ത് നടക്കാൻ പോകുന്ന ഭീകരമായ ഒരവസ്ഥ, നമ്മുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു വലിയ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 12ാമത്തെ ആയത്ത് നമുക്ക് വിവരിച്ചു തരുന്നത്. വലൗ തറാ, നീ കണ്ടിരുന്നുവെങ്കിൽ, വലൗ തറാ, നീ കണ്ടിരുന്നുവെങ്കിൽ. റഅ, കണ്ടു, അതിൻ്റെ മുളാരി ആണ് യറ. നീ കണ്ടു എന്ന് പറയും തറ. വലൗ തറ, നീ കണ്ടിരുന്നുവെങ്കിൽ. വല്ലാത്ത ആശ്ചര്യകരമായിരിക്കും അത്, നീ വല്ലാതെ പേടിച്ചു പോകും എന്നാണ് അതിൻ്റെ മറുവശം. നീ കണ്ടിരുന്നുവെങ്കിൽ എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ. വലിയ സംഭവമായിരിക്കും അത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വലൗ തറാ, നീ കണ്ടിരുന്നുവെങ്കിൽ. ഇതിൽ മുജ്രിമൂന, കുറ്റവാളികൾ. മുജ്രിം, കുറ്റവാളി. മുജ്രിമൂന, കുറ്റവാളികൾ. അജറമ, കുറ്റം ചെയ്തു, പാപം ചെയ്തു. അതിന് മുളാരിയാണ് യുജ്രിമു. മുജ്രിം, കുറ്റവാളി. കുറ്റവാളികളെ നീ കണ്ടിരുന്നുവെങ്കിൽ. നാകിസു റുഊസിഹിം, നകസ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം, തല താഴ്ത്തി. തല താഴ്ത്തി, അതാണ് നകസ. നാകിസു റുഊസിഹിം, അവരുടെ ശിരസ്സുകൾ അവർ താഴ്ത്തിയവരായ നിലയിൽ. തല ഇങ്ങനെ താഴ്ത്തിപ്പിടിക്കുന്നതിനാണ്
ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ കബ്ബറ, അവിടുത്തെ നിസ്കാരത്തിൻ്റെ രീതി പറയുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ കബ്ബറ, അവിടുന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ ശിരസ് താഴ്ത്തും, പിന്നെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാൾ തല താഴ്ത്തണീനാ പറയാം. നാക്കസ, നാക്കിസു, നാക്കിസ് തലതാഴ്ത്തിയവൻ, നാക്കിസൂന തലതാഴ്ത്തിയവർ. അവിടെ നൂന് നാക്കിസൂന റൂസിഹിം എന്ന് പറയൂല. കാരണം അറബി ഗ്രാമർ അനുസരിച്ച് അവിടെ ഉള്ള മുദാഫ് മുദാഫിൻ ഇലൈഹിയുടെ നിയമം അനുസരിച്ച് അവിടെ നൂൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ വായിക്കുന്നത്, നാക്കിസൂ റൂസിഹിം. റുഊസ് റഅസിന്റെ ബഹുവചനം, റുഊസിഹിം. ആ കുറ്റവാളികളുടെ ശിരസ്സുകൾ താഴ്ത്തിപ്പിടിച്ച നിലയിൽ നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ. മഹ്ശറിൽ നടക്കാൻ പോകുന്ന ഭീകരമായ രംഗമാണ്. എവിടെ, ഇൻദ റബ്ബിഹിം, യജമാനനായ അവരുടെ റബ്ബിന്റെ മുമ്പിൽ, റബ്ബിന്റെ അടുക്കൽ. അവരുടെ റബ്ബിന്റെ അടുക്കൽ തലയൊക്കെ താഴ്ത്തിപ്പിടിച്ച് നിൽക്കുകയാണ്, പേടിച്ചരണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ കുറ്റവാളി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് തലയുയർത്താൻ പറ്റൂല. നാണക്കേടായി, ബേജാറായി, വിഭ്രാന്തിയിലായി, അല്ലാത്ത ടെൻഷനിലായി, തല ഉയർത്താൻ കഴിയുന്നില്ല, പേടിച്ചരണ്ട് പോയി അവൻ തല താഴ്ത്തിപ്പിടിച്ച് നിൽക്കുകയാണ് റബ്ബിന്റെ മുമ്പിൽ. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മുമ്പിൽ, റബ്ബിന്റെ അടുക്കൽ. എന്നിട്ട് അവർ പറയാണ്, എന്താ അള്ളാഹിനോട് അവർ പറയുന്നത്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അബ്സർന, ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും ഇപ്പൊ കണ്ടിരിക്കുന്നു. അബ്സറ കണ്ടു, അബ്സർന ഞങ്ങൾ കണ്ടിരിക്കുന്നു, ദൃഢമായ കാഴ്ച ഞങ്ങൾക്ക് ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അബ്സർന, അബ്സറ, വസമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് കേൾക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കാര്യമൊക്കെ ബോധ്യമാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഒക്കെ ഇപ്പം ദൃഢമായി ഞങ്ങൾക്ക് ഉറപ്പായിക്കണം. ദൃഢമായി ഞങ്ങൾക്കിപ്പോൾ എല്ലാം കാണാൻ പറ്റി, എല്ലാം കേൾക്കാൻ പറ്റി, ഒക്കെ മനസ്സിലായി. അതുകൊണ്ടൊരപേക്ഷയുണ്ട് നിന്നോട്, ഫർജിഅന, ആകയാൽ നീ ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ. ഇർജി, ഫർജിഅന, അല്ലാഹുവേ നീ ഞങ്ങളെ മടക്കേണമേ. റജഅ യർജിഉ, മടങ്ങി. ഇവിടെ മടക്കി, അതാണ് ഇവിടെ ഉദ്ദേശം. ഫർജിഅന, നീ ഞങ്ങളെ മടക്കി അയക്കണമേ. എവിടേക്ക്? ദുന്യാവിൽക്ക്. ദുന്യാവിൽക്ക് മടക്കി അയക്കാനാ പറയുന്നത്. എന്തിന്? ഒന്നും കൂടി ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒന്ന് ആസ്വദിച്ച് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ദുന്യാ ആസ്വാദനത്തിന് ഒരു ചാൻസ് കൂടെ തരൂ എന്നല്ല, അന്നും ആർക്കും വേണ്ട. നഅമൽ സാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. നഅമൽ, അമില യഅമലു, നഅമലു ഞങ്ങൾ പ്രവർത്തിച്ചോളാം, സാലിഹൻ നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഇന്നാ തീർച്ചയായും ഞങ്ങൾക്ക് ഇപ്പൊ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളാണ്. ഐഖന, ഐഖന ദൃഢമായി വിശ്വസിച്ചു എന്നുള്ളതിനാണ് ഐഖന. ഇതിന് മുദാരിയാണ് യൂഖിനു. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ കാണാം, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അങ്ങനെ ദൃഢമായി വിശ്വസിച്ചവനാണ് മൂഖിൻ. അതിൻ്റെ ബഹുവചനാണ് മൂഖിനൂന. ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് ദൃഢമായി ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരിക്കുന്നു. ഇവിടെ കുറ്റവാളികളായ ആളുകളുടെ അവസ്ഥ നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, വലൗ തറ, ഇത് നേർക്കുനേരെ പറയുകയാണെങ്കിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് ഈ അഭിസംബോധന, നീ കണ്ടിരുന്നുവെങ്കിൽ. എന്നാൽ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഏതൊരു വിശ്വാസിയോടും കൂടിയുള്ള ഒരു ഖിതാബാണിത് എന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുകയാണ്. കാരണം നബി തങ്ങളുടെ പ്രശ്നം മാത്രമല്ലല്ലോ ഇത്, ഇതെല്ലാവർക്കും അവിടെ കാണാൻ പറ്റണ തന്നെയാണ്. അതുകൊണ്ട് നീ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയാൻ നബിയോടുമാവാം,
ഖുർആൻ വായിക്കുന്ന എല്ലാവരോടുമാവാം. നീ കണ്ടിരുന്നുവെങ്കിൽ അത് നിനക്ക് സഹിക്കാൻ പറ്റൂല. അത്ര വലിയ ഭീകരമായിരിക്കും ആ ദൃശ്യം, അത്ര വലിയ സങ്കടകരമായിരിക്കും ആ അവസ്ഥ എന്നാണ് ആ പറയുന്നതിൻ്റെ പൊരുൾ. അല്ല നീ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കൂലേ, കണ്ടിരുന്നുവെങ്കിൽ സഹിക്കാൻ പറ്റൂല, എന്നാൽ അത് കാണാൻ പോണ സംഗതിയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആരെക്കുറിച്ചാ പറയുന്നത്? ഇത് അൽ മുജ്രിമൂന, കുറ്റവാളികൾ, കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ, പാപം ചെയ്തിട്ടുള്ള ആ നിലക്ക് പ്രവർത്തനങ്ങൾ നടത്തി ജീവിതത്തിൽ തൗബയൊന്നുമില്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ. അവര് ആളെ മഹ്ശറിലെത്തുമ്പോൾ അവരുടെ അവസ്ഥ പറയണ നാകിസൂ റൂസിഹിം, അവരുടെ തലകളൊക്കെ അവർ താഴ്ത്തിപ്പിടിച്ചിരിക്കുന്നു. റബ്ബിന്റെ മുമ്പിൽ, റബ്ബിന്റെ അടുക്കൽ വെച്ച് അവർ കേണു പറയുന്നു, റബ്ബനാ അബ്സർനാ വസമിഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു റബ്ബേ. ഇത് തബാറക്ക സൂറത്തുൽ മുൽക്കിലും അല്ലാഹു തആല പറയുന്നുണ്ട്. നരകത്തിയിലേക്ക് ഓരോ വിഭാഗത്തെയും എടുത്തെറിയപ്പെടുമ്പോൾ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. നരകത്തിയിലേക്ക് ഓരോ സംഘങ്ങളായിട്ട് വന്ന് വീഴുമ്പോൾ നരകത്തിയിൽ വെച്ചവർ പറയുന്ന വാക്കാണ്. അവിടുന്നും പറയും, ഇവിടുന്ന് ഇപ്പൊ കണ്ടു കേട്ടു എന്നറിയില്ലേ, നരകത്തിയിലാണ്ട് എത്തുമ്പോഴും പറയണം ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ആ കേട്ടതനുസരിച്ച് ചിന്തയോടെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കത്തിയാളുന്ന സഈറിന്റെ ആളുകളായി ഞങ്ങൾ മാറില്ലായിരുന്നല്ലോ. ഫഅ്തറഫൂ ബിദംബിഹിം, അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഫഅ്തറഫൂ, അങ്ങനെ അവർ സമ്മതിക്കുകയാണ്, ബിദംബിഹിം, അവരുടെ കുറ്റങ്ങളെ, കുറ്റസമ്മതം നടത്തുകയാണ്. അതിനെ ഇപ്പൊ ഇവിടെ കുറ്റസമ്മതം നടത്തുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അബ്സർനാ, ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, വസമിഅനാ, ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ആരായി ഇവർ നോക്കണം. ഈ സൂറത്തിൽ തന്നെ കഴിഞ്ഞ ആയത്തുകളിൽ 10-ാമത്തെ ആയത്തിൽ എന്താ അവര് പറഞ്ഞത്? അവരെന്തു പറഞ്ഞു എന്നാ അല്ലാഹ് 10-ാമത്തെ ആയത്തിൽ തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? വഖാലൂ ഇദാ ളലൽനാ ഫിൽ അർളി ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. എന്താ അവര് പറഞ്ഞത്? ഇദാ ളലൽനാ ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ അങ്ങനെ മറപെട്ടതിൻ്റെ ശേഷം, ഭൂമിയിൽ ഞങ്ങളെ ഖബറടക്കിയതിന് ശേഷം, ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഇനി ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ അള്ളാഹനെ കണ്ടുമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞോനാണ് ഇപ്പൊ മരണശേഷം പറയണത് എന്ത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അബ്സർനാ, ഞങ്ങൾ കണ്ടു. ആ നിഷേധിച്ചതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി. വസമിഅനാ, ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ വളരെ വ്യക്തമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങൾ. അതുകൊണ്ട് ഫർജിഅനാ, ഒരു മടക്കം തരണം. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ആ അപേക്ഷയൊന്നും സ്വീകരിക്കൂലല്ലോ. പലരും ആളുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്ക് വേണ്ടി മോഹിക്കും. തീരെ നടക്കാത്ത മോഹമാണ് മരണപ്പെട്ടവരുടെ മോഹം. മരണപ്പെട്ടവരുടെ ഒരു മോഹം അവിടെ നടക്കൂല. അവിശ്വാസികളായ ആളുകൾ പ്രത്യേകിച്ച് അവരുടെ യാതൊരു മോഹവും അവിടെ നടക്കൂല. കാരണം പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ്, ശിക്ഷയും അതുപോലെ തന്നെ ഇതാ നശിപ്പിക്കപ്പെടുമെന്നൊക്കെ തോന്നുമ്പോൾ ദുന്യാവെന്ന് വെച്ച് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഗാഫിറിലെ 84-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അവിശ്വാസികൾ പറഞ്ഞു, ഫലമ്മാ റഅൗ ബഅസനാ ഖാലൂ ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രികീൻ.
ഫലമ്മാ റഅൗ ബഅ്സനാ, നമ്മുടെ ശിക്ഷയങ്ങ് കണ്ടപ്പോൾ, പരലോക നിഷേധികളായ തൗഹീദ് നിഷേധികളായ ധിക്കാരികൾ നമ്മുടെ ശിക്ഷയങ്ങ് കണ്ടപ്പോൾ ഖാലൂ, അവർ മുറവിളി കൂട്ടി പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയത്? ആമന്നാ ബില്ലാഹി വഹ്ദഹു, ഏകനായ അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. വകഫർനാ, ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ആ ഏകനായ അല്ലാഹുവിൽ ഞങ്ങൾ ആരെയൊക്കെ പങ്കു ചേർത്തിരുന്നുവോ ആ മുശ്രിക്കീങ്ങളായിരുന്ന അവസ്ഥ ഞങ്ങളിതാ ഇപ്പോൾ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു നോക്കി. ശിക്ഷ വരുമ്പോ അടുത്ത ആയത്തിൽ തന്നെ അള്ളാഹ് മറുപടിയും കൊടുത്തു. ഫലം യകുയൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൗ ബഅ്സനാ സുന്നത്തല്ലാഹി അല്ലതീ ഖദ് ഖലത് ഫീ ഇബാദിഹി വഖസിറ ഹുനാലികൽ കാഫിറൂൻ. എന്താ അവരുടെ ആ വാദത്തിന് റബ്ബ് മറുപടി കൊടുക്കുന്നത്? ഫലം യകുയൻഫഉഹും, അവർക്കൊരിക്കലും ഉപകരിക്കുകയില്ല ഈമാനുഹും, അവരുടെ ഇപ്പോഴത്തെ ഈമാൻ. ലമ്മാ റഅൗ ബഅ്സനാ, നമ്മുടെ ശിക്ഷ കണ്ട നേരത്തുള്ള ഈമാൻ പുതുക്കൽ ഒരു പ്രയോജനവും അവർക്ക് കിട്ടൂല. അത് അവരുടെ മാത്രം കഥയല്ല. സുന്നത്തല്ലാഹില്ലതീ ഖദ് ഖലത് ഫീ ഇബാദിഹി, മുൻകഴിഞ്ഞ തലമുറകളും ശിക്ഷകൾ കണ്ണിന് മുമ്പിൽ കാണുമ്പോ ഞങ്ങളിതാ മുവഹിദുകളായി മാറിയിരിക്കുന്നു, ശിർക്കിൽ നിന്ന് ഞങ്ങളിതാ മുക്തരായിരിക്കുന്നു, അല്ലാ ഞങ്ങളിതാ ഈമാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മുൻഗാമികളും പറഞ്ഞു നോക്കിയ ചര്യ തന്നെയാണത്. പക്ഷേ റബ്ബിനൊരു സമ്പ്രദായമുണ്ട്, അവരുടെ ഈമാൻ അവിടെ സ്വീകരിച്ചിട്ടില്ല. വഖസിറ ഹുനാലികൽ കാഫിറൂൻ, നിഷേധികൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാ നേരത്തെ തൗബ സ്വീകാര്യമല്ല. ഫിറൗനും പറഞ്ഞല്ലോ, ഫിറൗനും പറഞ്ഞില്ലേ, മുക്കിക്കൊല്ലപ്പെടുന്നായപ്പോൾ അവനും പറഞ്ഞില്ലേ, ഞാനിതാ മൂസയും ഹാറൂനും പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോഴല്ലേ അള്ളാഹ് ചോദിക്കുന്നത്, ആൽ ആൻ, ഇപ്പോഴോ, ഇപ്പോഴോ, ഇത് സമയം കഴിഞ്ഞു പോയി. അതാണ് തൗബയുടെ നിബന്ധനകൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കപ്പെടുമ്പോൾ പോലും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് നമ്മളൊക്കെ മദ്രസകളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗ്ർഗിർ, തീർച്ചയായും അള്ളാഹു ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും ഏതുവരെ? മാലം യുഗ്ർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആ മനുഷ്യന് മനസ്സിലാവും ഞാൻ മരിക്കുകയാണ്. ആ സമയത്ത് വരുന്ന തൗബ അള്ളാഹു സ്വീകരിക്കില്ല. അതിന് മുമ്പ് വരെയും കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കുന്നതാണ് ആ പറയണതിൻ്റെ അർത്ഥം. അതിന് മുമ്പ് വരെയും അള്ളാഹു തആല ചാൻസ് തരികയാണ്. അതുകൊണ്ടാണ് ഒരാൾ എങ്ങനെ നമ്മാടിയായിട്ട് ചോദിച്ചു മരിക്കും അവൻ തൗബയും ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ മരിച്ചു പോയാലോ ഓനെന്താ അമൽ ചെയ്തിട്ടാ? അത് റബ്ബിൻ്റെ തൗഫീക്കും കാരുണ്യമൊക്കെയാണ്. പക്ഷെ മരണം മുന്നിൽ കാണുന്ന നേരത്ത് പറഞ്ഞത് ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. അതാണ് ഇവിടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗതു ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ. അല്ലാഹു തൗബ സ്വീകരിക്കുകയേയില്ല. വളരെ വ്യക്തമായിട്ട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 18-ാമത്തെ ആയത്ത്, വലൈസത്തി തൗബതു, തൗബയില്ല ഒരാൾക്ക്. ആർക്കൊക്കെ തൗബയില്ല? നമ്മൾ ശരിക്കും പഠിച്ചോളി. തൗബക്ക് സമയമൊന്നുമില്ല കേട്ടോ. ഹജ്ജിന് പോകുമ്പോൾ തൗബയ്യ, റമളാൻ മാസം വരട്ടെ തൗബയ്യ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തൗബയ്യ. ഇപ്പം പശ്ചാത്തപിക്കണോ? ഉടനെ പശ്ചാത്തപിച്ചോളണം. അതാണ് കാരണം. എപ്പോഴാ മരണം വരിക എന്നറിയില്ല. അതുകൊണ്ടാണ് റബ്ബ് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്, വലൈസത്തി തൗബതു, തൗബ ഇല്ലേ ഇല്ല. ആർക്ക്? ലില്ലദീന യഅമലൂന സയ്യിആതി, പാപങ്ങൾ അവൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പാപത്തിൽ നിന്നവൻ ഒഴിവാകുന്നേ ഇല്ല. അങ്ങനെ ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗതു, മൗത്ത് അവൻ്റെ അടുക്കൽ ഹാജരാകുമ്പോ മരിക്കുകയാണെന്ന് ഉറപ്പുള്ള നേരത്ത് ആ മനുഷ്യൻ മുറവിളി കൂട്ടിക്കൊണ്ട് അവൻ വിളിച്ചു പറയാണ്, ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ അല്ലാഹുവേ നിന്നിലേക്ക് ഇപ്പൊ ഖേദിച്ചു മടങ്ങുന്നു.
അത് അള്ളാഹ് സ്വീകരിക്കൂല. മറിച്ച് അള്ളാഹു അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞതെന്താ? ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. തീർച്ചയായും അല്ലാഹു തആല തൗബ സ്വീകരിക്കും ആരുടേത് മാത്രം? ലില്ലദീന ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ. അവൻ തെറ്റായ കാര്യം ചെയ്തുപോയി, തെറ്റായ പ്രവൃത്തി അവൻ ചെയ്തുപോയി. എങ്ങനെ? ബിജഹാലത്തിൻ, അവിവേകം കൊണ്ട്. അവിവേകം കൊണ്ട് അപ്പോഴത്തെ ഒരു ദുർബലമായ നിമിഷത്തിൽ അവനൊരു തെറ്റ് ചെയ്തു പോയി. പിന്നീട് അവൻ അതിൻ്റെ പേരിൽ തൗബ ചെയ്തത് എപ്പോഴാ? ഒരു കൊല്ലം കഴിഞ്ഞിട്ടെന്നല്ല, ഒരു മാസം കഴിഞ്ഞിട്ടെന്നല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നല്ല, 10 മിനിറ്റ് കഴിഞ്ഞിട്ടു എന്നുമല്ല. ഉടനെ തന്നെ അവൻ പശ്ചാത്തപിച്ചു. അപ്പൊ തൗബ ഉടനെയാ വേണ്ടത്, ഉടനെ തൗബ ചെയ്യണം. അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം. പാപത്തിൽ ഒരല്പം പോലും പാപമാണെന്ന് ബോധ്യമായാൽ പിന്നെ ഒരു സെക്കൻഡ് പിന്നെ ആ പാപത്തിൽ എന്ത് ചെയ്യൂല, കുറച്ചു നോക്കൂല. അതാണ് ഖുർആൻ ആല ഇംറാനിൽ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് ഫലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അവരാ മുഅ്മിനീങ്ങൾ. ആരാ മുഅ്മിനീങ്ങൾ? വല്ലദീന, അവരൊരു കൂട്ടരാണ്. ഇദാ ഫഅലൂ ഫാഹിശതൻ, അവർ വല്ല നീചപ്രവർത്തനങ്ങളും ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, അതല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും വിധത്തിൽ തെറ്റുകളിലൂടെ അക്രമം ചെയ്തു പോയാൽ, എന്നിട്ട് ദക്കറുല്ലാഹ, ചെയ്തത് തെറ്റായല്ലോ എന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവർക്ക് മനസ്സിലാവുകയും ചെയ്താൽ, പിന്നെ അവര് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുന്നു? പശ്ചാത്തപിക്കുന്നു. അതാണ് കേട്ടോ, വലം യുസിറൂ അലാ മാ ഫഅലൂ, ചെയ്തു പോയ കാര്യത്തിൽ പിന്നെ ഒരു സെക്കൻഡ് അവര് ഉറച്ചു നിൽക്കൂല. അതാണ് അസറ. അസറ എന്ന് പറയാൻ എന്താ? ഉറച്ചു നിൽക്കുക. ഒരു സെക്കൻഡ് പിന്നെ അതിൽ ആലോചിക്കൂല. തെറ്റാന്ന് ബോധ്യായോ എന്നാ പിന്നെ ഉടൻ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അതാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഈ സമയത്തുള്ള ഈ കാഴ്ച കൊണ്ടൊന്നും ഈ പശ്ചാത്താപം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നാളെ മനുഷ്യൻ ഏതൊക്കെ അവസരങ്ങളിൽ, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽപ്പെട്ടതാണ് കൊതി, മോഹം എന്നുള്ളത്. ദുന്യാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നിനക്ക് എന്തൊക്കെ മോഹങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ, സാമ്പത്തിക ശേഷി ഇല്ലാത്തവൻ പറയും എനിക്കൊരുപാട് സമ്പത്ത് കിട്ടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. ആരോഗ്യമല്ല, രോഗിയായൊരു മനുഷ്യനോട് ചോദിക്കുകയാണ് നിനക്ക് എന്തൊക്കെ മോഹങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ അയാൾ ഉടനെ പറയും എനിക്കൊരു ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ആവശ്യം, എന്ത് കിട്ടാൻ ഞങ്ങളുടെ മോഹം? കുറച്ചു നേരം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ബുദ്ധിയുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ഓരോരുത്തർക്കും എന്താണോ നഷ്ടപ്പെട്ടത് അത് തിരിച്ചു കിട്ടുവാനുള്ള ഒരു അഭിവാഞ്ചയും മോഹവും വല്ലാത്തൊരു കൊതിയും മനുഷ്യ പ്രകൃതമാണ്. അതൊക്കെ ദുന്യാവിലൊരു മനുഷ്യൻ അങ്ങനെ മോഹിക്കുന്നത് തെറ്റുമല്ല. അവന് സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയേക്കുകയും ചെയ്യും. എന്നാൽ മരണപ്പെട്ടവരുടെ മോഹങ്ങൾ അങ്ങനെയല്ല, അത് പൂണിയാൻ പോകുന്നതല്ല. ഈ ആഗ്രഹങ്ങൾ മനുഷ്യൻ, കുറ്റവാളികളായ ആളുകളുടെ ആഗ്രഹങ്ങൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന്, പരലോകവും മഹ്ശറും ഒന്നും കാണണ്ട, മരണ നേരെ തന്നെ തുടങ്ങുന്നതാണ്. മരണ നേരത്തെ ഈ നടക്കാത്ത മോഹം തിരിച്ചു ദുന്യാവിലേക്ക് മടക്കിത്താന്നുള്ള മോഹം മനുഷ്യൻ എപ്പോൾ പറഞ്ഞു തുടങ്ങും? മരിക്കണ നേരത്ത് പറഞ്ഞു തുടങ്ങും. മഹ്ശറിലെത്തൊന്നും വേണ്ട, മഹ്ശറിലെത്താൻ ഒരുപാട് യുഗങ്ങൾ കഴിയണ്ടേ. അവിടേക്കൊന്നും എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മുഅ്മിനീങ്ങളല്ല, കാഫിറുകളും ഫാസിക്കുകളുമാണെങ്കിൽ അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്താതെ ആദ്യ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താണ് അവരുടെ അവസ്ഥ? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയണ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളൊന്നും
അള്ളാഹനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കുന്നതില്ലെന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ വിശ്വാസികളെ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോളൂ. മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വന്നെത്തുന്നതിൻ്റെ മുമ്പ്. ഫയഖൂൽ, അസമയത്തവൻ പറഞ്ഞു പോകും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത സമയത്തേക്ക്, ഏറ്റവും അടുത്തൊരു സമയത്തേക്ക് ഒന്ന് എന്നെ പിന്തിച്ചു തന്നാൽ ഞാൻ ധർമ്മം കൊടുത്തോളാം, സദഖ കൊടുത്തോളാം, സക്കാത്ത് കൊടുത്തോളാം. വാക്കും മിനസ് സാലിഹീൻ, ഞാൻ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സാലിഹ്യങ്ങളുണ്ടോ അവരിൽ ഞാനും പെട്ടോളാം. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് പിന്തിക്കൂല. അപ്പൊ മരണനേരത്ത് ഇനി അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇതേ അവസ്ഥയിൽ തന്നെ റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു തആല പറയാണ്, മനുഷ്യൻ മരണനേരത്ത് കൊതിച്ചു പോകുന്നു. ഖാല റബ്ബിർജിഊൻ, മരണനേരത്ത് മനുഷ്യൻ പറയണം, റബ്ബി, എൻ്റെ റബ്ബേ, ഇർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്താ. ആഖിറത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, മരിച്ചിട്ടില്ല, മരിക്കണ നേരത്ത് പറയണം, മരണത്തിൽ നിന്ന് എന്നെ ഒന്നൊന്ന് മടക്കിത്താ, കുറച്ചും കൂടി ഒരു ആയുസ് താ. എന്തിന്? ലഅല്ലി അഅ്മലു സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം. ഏതൊക്കെ സൽക്കർമ്മങ്ങൾ? ഫീമാ തറക്തു, ഫീമാ തറക്തു എന്താ അർത്ഥം? ഞാൻ ഒഴിവാക്കി വിട്ടുപോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതിൽ ഫർളും സുന്നത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ അല്ലാഹ് പറയണ, കല്ല, വേണ്ടടോ, ഇന്നഹാ കലിമ, അതൊക്കെ ഒരു വെറും വാക്കാണ്. ആ ചോദ്യം കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല, അത് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി ദുന്യാവിൽക്കെല്ലാം അടക്കം അമിൻ വറാഇഹിം, അവരുടെ പിന്നിൽ അവരെ കാത്തിരിക്കുന്നത് വേറൊരു ലോകമാണ്. ആ ലോകത്തിന്റെ പേരാണ് ബർസഖുൻ. ബർസഖ്, ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടക്കുള്ള ഇടത്താവളം, ഒരു മറ, അതാണ് ബർസഖ്, അതാണ് ഖബർ ജീവിതം. ഇലാ യൗമി യുബ്അസൂൻ, പാരത്രിക ലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ മരണാനന്തരം മനുഷ്യന് കഴിച്ചുകൂട്ടാനുള്ള ബർസഖിലേക്കാണ് അവരുടെ മടക്കം, അല്ലാതെ ദുന്യാവിലേക്കല്ല. മടങ്ങാൻ ഒരിക്കലും കഴിയൂല, സാധ്യമല്ല. ഇത് പറയും എന്നാണ്. അപ്പൊ മരണനേരത്ത് ഇത് പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രായോ, മരണനേരത്ത് ഇത് പറയുന്നുണ്ട്. ഇനി നരകത്തിന്റെ സമീപത്താണ്ട് എത്തി നിൽക്കുമ്പോ പറയുന്ന ഒരു രംഗം സൂറത്തുൽ അൻആമിലെ 27, 28, 29 ആയത്തുകൾ ഇതൊക്കെ നമ്മൾ കുറിച്ചു വെച്ചിട്ടേ നമ്മളിങ്ങനെ മനപ്പാടാക്കണം. എന്തിനെന്നറിയോ? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടി തോന്നുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹം തോന്നുകയും ചെയ്യുമ്പോൾ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കണം സ്വന്തം മനസ്സിനോട്. അപ്പം നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ ഒരു ഉന്മേഷം കിട്ടും, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഭയവും കിട്ടും. സൂറത്തുൽ അൻആം അല്ലാഹു പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. വലൗ തറാ ഇദ് വഖിഫൂ അലന്നാർ ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ ബൽ ബദാ ലഹും മാ കാനൂ യഖ്ഫൂന മിൻ ഖബ്ൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ അൻആം 27, 28. എന്താ അവിടെ പറയുന്നത്? വലൗ തറാ, നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ഇവിടെ പറഞ്ഞതുപോലെ ഇത് വഖഫു, അവർ നിർത്തപ്പെടുന്ന നേരം, അലന്നാരി, നരകത്തിന്റെ വക്കിൽ, നരകത്തിൽ വീണിട്ടില്ല, നരകത്തിന്റെ വക്കിൽ ഇങ്ങനെ എറിയാൻ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ആ നേരത്ത് ആ മനുഷ്യന്മാര് ഫഖാലൂ, അവര് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബ് പിടക്കണം. ആ കാലന്റെ ഫായിൽ ആരാന്ന് ഞാനും ആവാം, നിങ്ങളൊക്കെ ആവാം. ആരാണ് ആ അവര് പറയും എന്നാ അല്ലാഹ് പറയണത്. അതാര്? വേഗ അബൂജഹലിനെയും മുനാഫിക്കുകളെയും ഓർമ്മ വരണ്ട, നമ്മളിലേക്ക് മടങ്ങണം.
ഫഖാലു അവര് പറയും യാ ലൈതനാ നുറദ്ദു, റബ്ബേ ഞങ്ങളെ നീ ഒന്ന് മടക്കിത്തരാമോ, ഞങ്ങളൊന്ന് ദുന്യാവിലേക്കൊന്ന് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ. ഒന്നാമത്തെ മോഹതാണ് ദുന്യാവിൽക്കൊന്ന് പോണം. രണ്ടാമത്തെ ആഗ്രഹം എന്താ? വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ, നമ്മുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളെ നമ്മൾ കളവാക്കിയല്ലോ ദുന്യാവിൽ, ഇനി അതൊക്കെ കളവാക്കാത്തൊരു ജീവിതം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. രണ്ട്. മൂന്നാമത്തതെന്താ? വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെട്ടവരായിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാനൊരവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ. മൂന്ന് മോഹങ്ങളാ. ദുന്യാവിൽക്ക് മടക്കപ്പെടുക, പരലോകത്തിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുക, തൗഹീദിൻ്റെ വക്താക്കളാവുക, ഇതുവരെ കളവാക്കിയതൊക്കെ അംഗീകരിക്കുക, ഒറിജിനൽ മുഅ്മിനീങ്ങളായി ജീവിക്കുക. ഇതാണ് കിട്ടിയിരുന്നുവെങ്കിൽ. അടുത്ത ആയത്തിൽ തന്നെ റബ്ബിന്റെ മറുപടി ബൽ ബദാലഹും, ഇപ്പൊ പ്രശ്നം അവർക്ക് ഈമാൻ കൂടിയതൊന്നുമല്ല, അവർക്കിപ്പോ ഈമാൻ അങ്ങ് തിളച്ചു മറിയുന്നത് കൊണ്ടുള്ള ചോദ്യമൊന്നുമല്ല ഇത്. ബൽ ബദാലഹും, അവർക്കിപ്പോ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഇപ്പോൾ ബദാ ഐ ലഹറ, വെളിവായിരിക്കുകയാണ് അവർക്ക്. എന്ത്? മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ, മുമ്പ് അവർക്ക് അവ്യക്തമായിരുന്നത് ഇപ്പോൾ അവർക്ക് വ്യക്തമായി കാണുന്നുണ്ട്. നരകണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വെറുതെ പറയാണ്, പേടിപ്പിക്കാൻ പറയുന്നതാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കണീനുള്ള അസൂയ കൊണ്ട് ആരൊക്കെ ഉണ്ടാക്കിയതാണ് സ്വർഗവും നരകമൊക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ബോധ്യമായി. അതാ പ്രശ്നം, അല്ലാതെ ഈമാൻ കൂടിയിട്ടൊന്നുമല്ല. അള്ളാഹ്ക്കറിയാലോ ഇവർ ആരാ സാധനങ്ങൾ. ഉടനെ തന്നെ റബ്ബ് പറയുന്നത് നോക്കൂ, എന്നാ പിന്നെ മടക്കിയാവർ നന്നാവോ? ദുന്യാവിൽക്കൊരു ചാൻസ് കൊടുത്താൽ നന്നാകുന്ന കൂട്ടത്തിലാണോ ഈ പറയുന്നവരുണ്ടാവുക? അല്ല. വലൗ റുദ്ദൂ, അവരെങ്ങാനും ദുന്യാവിലേക്കൊന്ന് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലആദൂ ലിമാ നുഹൂ അൻഹു, അവരോട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ദുന്യാവിൽ ചെന്നാൽ അവർ വീണ്ടും മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. അതാ അവര്. അതുകൊണ്ട് വഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും അവര് കള്ളന്മാര് തന്നെയാണ്. ഇപ്പോഴും പറയണത് നോണ തന്നെയാണ്. മടക്കി തന്നാ നാവുന്നല്ലേ ഇപ്പൊ പറയണേ, മടക്കി കൊടുത്തോക്കണ്ടേ. ഏറ്റവും വലിയ കള്ളന്മാരായിട്ട് പിന്നെയും ദുന്യാവിൽ അവർ ജീവിക്കുന്നു. ചാൻസ് ഇല്ല. അപ്പൊ ഇത് രണ്ടാമത്തെ അവസ്ഥ പതാണ്. എന്തേ? ഒന്ന് മരണത്തിന്റെ നേരം, രണ്ട് റബ്ബിതാ. ഇത് രണ്ടാമത്തെ അവസരപ്പതാ, റബ്ബിന്റെ അടുക്കൽ വിചാരണക്ക് പോയി നിൽക്കുമ്പോ തന്നെ. അതാണ് ഇപ്പൊ നമ്മളെ സജദയിൽ പറഞ്ഞത്. റബ്ബിന്റെ അടുക്കൽ തലയും താഴ്ത്തി പിടിച്ച് നിൽക്കാണ്. ഇപ്പോളാ പറയണത് കണ്ടോ കേട്ടോ ഒന്ന് മടക്കിത്തരാമോ? രണ്ടാമത്തെ അവസരം. മൂന്നാമത്തെ അവസരം അപ്പൊ അന്നാമിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നരകത്തിന്റെ വക്കിലെത്തി എറിയാൻ റെഡിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി നാലാമത്തൊരു അവസാനത്തെ വരെ കൂട്ട നിലവിളി കൂടിയുണ്ട്. അതെപ്പോഴാണെന്നോ നരകത്തിൽ കിടന്ന് വെന്തുരുകുമ്പോഴാണ്. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വെക്കണം. സൂറത്തുൽ ഫാത്തിറിലെ 36 മുതൽ 37 വരെയുള്ള വിശാലമായ 2 ആയത്തുകൾ, അത് വല്ലാത്തൊരു വചനങ്ങളാണ്. ഹൃദയത്തിൽ തട്ടുന്ന ആ കരച്ചിലും നിലവിളിയൊക്കെ കേട്ടോളൂ. റബ്ബ് പറയുന്നത് വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീ കുല്ല കഫൂർ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. ഒക്കെ കാണാതെ പഠിച്ചോളിട്ടോ, കാണാതെ പഠിക്കണം. വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ലഹും അവർക്കുണ്ട്, നാറു ജഹന്നം, ജഹന്നമിന്റെ തീയാണുള്ളത്. ലാ യുഖ്ദാ അലൈഹിം, അതിലേക്ക് അവർ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ പണി തീരൂല. പണി തീരാണെങ്കിൽ ഫയമൂത്തു, അവരങ്ങ് മരിക്കുമല്ലോ. മരണല്ല, മരിച്ചാൽ പിന്നെ അങ്ങ് കഴിഞ്ഞിരുന്നു, പിന്നെ ഒന്നും അറിയേണ്ടിയിരുന്നില്ല. അതവിടെ നടക്കൂല.
എന്നാ പിന്നെ വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ജഹന്നമിന്റെ അദാബിൽ നിന്ന് ഒരൽപ്പം പോലും അവർക്ക് ഇളവ് നൽകപ്പെടുകയുമില്ല. ഒരൽപ്പം പോലും ലഘൂകരണം പോലും കിട്ടൂല നരകശിക്ഷയില്ലെന്ന്. കദാലിക, അപ്രകാരമായിരിക്കും, അപ്രകാരമാണ് നജ്സി, നാം കൂലി കൊടുക്കുന്നത്, കുല്ല കഫൂർ, സർവനിഷേധികൾക്കും ഇങ്ങനെയാ ഞാൻ നരകത്തിൽ ശിക്ഷ കൊടുക്കുക. ആ സമയത്ത് വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തീയതാ അവർ കിടന്ന് അട്ടഹസിച്ച് നിലവിളിക്കുന്നു. സറഹ എന്ന് പറഞ്ഞാൽ തന്നെ നിലവിളിയാണ്. ഇസ്തറഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ച് നിലവിളിക്കണീനാണ് എന്ത് പറയാ, ഇസ്തറഹ. അത് കേട്ട് നിൽക്കാൻ കഴിയൂല, കേട്ട് നിൽക്കാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല. കരയണോന് മാത്രമല്ല, കേൾക്കണോന് വരെ സഹിക്കാൻ പറ്റൂല. അത്രത്തോളം വലിയ കൂട്ട നിലവിളിയാണ്. നരകത്തിയിൽ വെച്ചവര് പൊട്ടി നിലവിളിച്ചുകൊണ്ട് അട്ടഹസിച്ച് കരയുകയാണ്. എന്താണ് അവര് ആ നരകത്തിയിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടുതായോ, ഒന്ന് പുറത്തേക്കിട്ടുതാ അല്ലാഹ്. ദുനിയാവിലേക്ക് പോകാനാണ്. നഅമൽ സാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് വരാം. ഒന്ന് ഇതിൽ നിന്നൊന്ന് പുറത്തേക്കിട്ട് തരാമോ? ഇത് കൂട്ട നിലവിളിയാണ് നരകത്തിൽ. അള്ളാഹു പറയാണ്, സത്യമാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് അതിന് അള്ളാഹോട് ആ അട്ടഹസം കേൾക്കുമ്പോൾ അള്ളാഹ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം സുഹൃത്തുക്കളെ. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? ഇത് പറയുന്നതിനോടുള്ള തിരിച്ചുള്ള ചോദ്യമാണ്. അമ്മറ എന്ന് പറഞ്ഞാൽ ദീർഘായുസ് കൊടുത്തു എന്നാണ്. അമ്മറ ആയുസ് കൊടുത്തു, ഉംറ കൊടുത്തു. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? എത്രത്തോളം ആയുസ് തന്നു? മാ യതദക്കറു ഫീഹി, ആ ആയുസ് കൊണ്ട് അവന് ചിന്തിക്കാമായിരുന്നു. മൻ തദക്കറ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള, പഠിക്കേണ്ടവന് പഠിക്കാൻ മാത്രം, പ്രവർത്തിക്കേണ്ടവന് പ്രവർത്തിക്കാൻ മാത്രം, അറിയേണ്ടവന് അറിയാൻ മാത്രം, അതിനൊക്കെ തികയുന്ന നിലക്കുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നില്ലയോ? ആയുസ് മാത്രം തന്ന് നിങ്ങളെ ഞാൻ വിട്ടതല്ല. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് കിട്ടിയ ഈ ആയുഷ്കാലത്തിൻ്റെ ഇടക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് നിങ്ങളോട് താക്കീത് പറയാൻ വേണ്ടി മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നുകൊണ്ട് നിങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരും വന്നിരുന്നില്ലയോ? സമയവും തന്നു, സമയം ചെലവഴിക്കേണ്ട രൂപം പഠിപ്പിക്കാനുള്ള ആളുകളും നിങ്ങളിലേക്ക് വന്നിരുന്നു. എന്നിട്ട് നിങ്ങളത് ചെയ്തോ? ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അട്ടഹാസം കേൾക്കാനും മനസ്സലിയാനൊന്നും ഇവിടെ ആരുമില്ലാത്ത ലോകമാണ്. നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഫദൂഖൂ, ആകയാൽ രുചി നോക്കിക്കോ, ആസ്വദിച്ചോ, അനുഭവിച്ചോ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ജനതക്ക് ഒരു സഹായിയും ഇന്നത്തെ ലോകത്ത് ഇല്ലേ ഇല്ല. താൻ അവിടുന്ന് പറയാ. നരകത്ത് കടന്നിട്ട് വിലപിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ വേറെയും പറയുന്നുണ്ട്. അവിടെ അവർ നരകത്തിയിൽ മുഖം ചുളിച്ച് ചിറിയൊക്കെ ഇളിച്ച് ആകെ കത്തി ആളുന്ന ആ രംഗത്ത് അവർ അള്ളാഹിനോട് പറയുന്ന അവസ്ഥയൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഒരു അല്പനേരത്തേക്ക് ഒന്ന്, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. വനാദൗ, ആ നരകവാസികൾ വിളിച്ചു പറയും, യാ മാലിക്, നരകക്കാവൽക്കാരനായ മലക്കായ മാലിക്കേ, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക, റബ്ബിനോട് ഒന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് വിധി പറയാൻ പറ, ഒന്ന് എളുപ്പാക്കാൻ പറയും. യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരല്പ നേരത്തേക്ക്, ദിവസത്തിന്റെ അല്പസമയം ഈ ശിക്ഷയിൽ നിന്ന് സഹിക്കാനാകുന്നില്ല. ഒരു ലഘൂകരണത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കൂ. മറുപടി എന്താ? ഇഖ്സഊ ഫീഹാ,
അള്ളാന്റെ മറുപടി ഇഖ്സഊ ഫീഹാ, നിന്ദ്യന്മാരായി നരകത്തിൽ വെന്തുരുകടോ. വലാ തുകല്ലിമൂൻ, ഒരക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. ഒരക്ഷരം മിണ്ടാൻ പാടില്ല. സുഹൃത്തുക്കളെന്നും പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്കൊന്നും കയറുന്നില്ല. ഇതൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വചനങ്ങളൊക്കെ മനപ്പാടാക്കണം. എന്നിട്ട് നന്മ ചെയ്യാൻ താല്പര്യം കുറയുമ്പോഴൊക്കെ ഇതോതണം, തിന്മ ചെയ്യാൻ താല്പര്യം തോന്നുമ്പോഴൊക്കെ ഇതോതണം. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം അങ്ങനെ കേട്ടു എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ശ്വാസം മുട്ടു കഴിഞ്ഞു. അങ്ങനെ എത്ര ഇത് പ്രായോഗിക തലത്തിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കണം, ഒരു തിന്മക്ക് തോന്നുമ്പോൾ ഇതൊക്കെ ഓർക്കണം. നന്മക്ക് മടി തോന്നുമ്പോൾ നിങ്ങൾക്കറിയോ, പരലോകത്ത് ചെയ്യാത്ത അമലുകളൊക്കെ ചെയ്തോളാം എന്നുള്ള കൊതിയെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് എത്ര ചാൻസ് ഉണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ പോലും നാളെ പരലോകത്ത് സൽക്കർമ്മങ്ങൾക്കുള്ള അള്ളാഹു അവിടെ കൊടുക്കുന്ന വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണുമ്പോൾ മുഅ്മിനീങ്ങൾ വരെ ആഗ്രഹിച്ചു പോകും, 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റിയെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയാണ്, മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖബറിൻ ദുഫിന ഹദീസൻ, അടുത്ത സമയത്ത് മറമാടൽ നടന്നിട്ടുള്ള ഒരു പുതു ഖബറിന്റെ സമീപത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ അവരോട് ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ആരാണ് ഈ ഖബറിൽ കിടക്കുന്നയാള്? അവർ പറഞ്ഞു, ഫുലാൻ, അത് ഇന്നാലിന്ന സഹാബിയാണ് നബിയെ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റകഅത്താൻ, 2 റക്അത്ത് നിസ്കാരം, അതും ഖഫീഫത്താൻ, ഏറ്റവും ചുരുങ്ങിയ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കുന്നത്, മിമ്മാ തഹഖിറൂന, നിങ്ങൾക്കതെത്ര നിസ്സാരമായിട്ടാ തോന്നുന്നതല്ലേ, വതൻഫിലൂന, നിങ്ങൾക്കത് സുന്നത്തായിട്ടല്ലേ തോന്നുന്നുള്ളൂ. പക്ഷേ ഈ മനുഷ്യനെങ്ങാനും യസീദുഹുമാ ഹാദാ ഫി അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും, നിങ്ങൾക്ക് ഇനി ദുന്യാവിൽ ബാക്കിയുള്ള ജീവിതം ഒക്കെ കൂടി കിട്ടുന്നതിനേക്കാൾ ആ മനുഷ്യനിപ്പോൾ ഏറ്റവും മോഹം എന്താണെന്നറിയോ? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ. മുഅ്മിനീങ്ങളത് കുറിച്ച് പോകുന്നു, അത് ശിക്ഷയല്ല. മുഅ്മിനീങ്ങൾക്ക് അവരുടെ നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും സദഖയും ഹജ്ജും ഉംറയും അവരുടെ ഖുർആനോത്തും അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചതും അവർ തൗഹീദ് അനുസരിച്ച് ജീവിച്ചതും അതിൻ്റെയൊക്കെ കൂലി പരലോകത്തെന്നിങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടിയും ചെയ്യായിരുന്നു എന്നിങ്ങനെ മോഹം ഉണ്ടാകുന്നു. അതാണ് ശുഹദാക്കൾ വരെ മോഹിക്കുന്നു പറയുന്നത്. ശുഹദാക്കൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീക്ക് അള്ളാഹു കൊടുക്കുന്ന നേരത്തും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പോൾ ശുഹദാക്കൾ പറയും, ഞങ്ങൾക്ക് എന്താ റബ്ബേ ആവശ്യം, ഞങ്ങൾക്ക് എല്ലാം തന്നില്ലേ, എന്നാലും വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ, എന്താ ഇതുപോലെ ഒന്ന് ദുന്യാവിൽക്കൊന്ന് തിരിച്ചു മടക്കി തരുമോ, ഒന്നും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ ഷഹീദുകളായിട്ട് വരട്ടെ എന്ന്. അത്ര മനുഷ്യൻ കുരിച്ചു പോകും. സദഖയുടെ കാര്യം അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളായ ആളുകൾ ഖബറിലെത്തുമ്പോൾ അല്ലാഹുവേ ഖിയാമത്ത് നാൾ പെട്ടെന്ന് സംഭവിക്കണേന്നാണ് ഖബർ എന്ന് പറയാ. സത്യവിശ്വാസികളായ ആളുകളെ ഖബറിലേക്കാണ് വെച്ച് കഴിഞ്ഞ് മലായിക്കത്തുകളുടെ ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് പറയും, റബ്ബ് മലക്കുകളോട് പറയും, സ്വർഗത്തിലെ ഒരു വിരിപ്പ്, സ്വർഗത്തിലെ ഡോർ തുറന്നു കൊടുക്കൂ, സ്വർഗീയ കാഴ്ചകൾ കാണുകയാണ്, സ്വർഗീയ മണം ആ ഖബറിലേക്ക് അടിച്ചു വീശി ഒഴുകി വരികയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ പറയാണ്, റബ്ബി അഖിമിസ്സാഅ, റബ്ബേ ഖിയാമത്ത് നാള് പെട്ടെന്ന് സംഭവിക്കണേ, വേഗം ഈ ലോകം അവസാനിക്കടേന്ന് ഖബറിൽ കിടക്കുന്ന മോമിന് പറയുന്നു. എന്താ കാരണം? അത്രക്ക് വലിയ സൗഭാഗ്യത്തിലാണ് ഇപ്പോൾ അവൻ ഖബറിൽ ആയിട്ടുള്ളത്. അതേ അവസരത്തിൽ അതിൻ്റെ നേരെ എതിർവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവൻ പറയാണ്, റബ്ബി ലാ തുഖിമിസ്സാഅ, അന്ത്യനാൾ സംഭവിക്കല്ലേ. കാരണം അവന് ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ നരകീയമായ
ഡോറാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. നരകത്തിൻ്റെ ആ കരിമ്പുകയും മണവും ചൂടും ആവിയുമൊക്കെയാണ് അവൻ്റെ ഖബറിലേക്ക് വരുന്നത്. ഭീകരമായ രംഗങ്ങളാണ് അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, റബ്ബി ലാ തുഖിമിസ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ ഇപ്പോൾ ഒന്നും സംഭവിക്കല്ലേ, എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്കല്ലേ പോകാൻ പോണത്. മൂമിൻ എന്ത് പറയും? റബ്ബി അഖിമിസ്സാഅ, റബ്ബേ എത്രയും വേഗം ലോകം അവസാനിച്ച് സ്വർഗത്തിൽ എത്താൻ കഴിയണേ. ഇതൊക്കെ മനുഷ്യന്മാരുടെ കൊതിയാണ് സഹോദരങ്ങളെ. അപ്പം നമ്മളാണ് ഇവിടെ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ മോഹിക്കുന്നതും കാഫിറുകൾ മോഹിക്കുന്നതും മരണനേരത്തെ മോഹിക്കുന്നതും അള്ളാഹിൻ്റെ മുമ്പിൽ എത്തുമ്പോഴേക്ക് നമ്രശിരസ്കരായി തല താഴ്ത്തി നിൽക്കുന്നതും അവിടെ വെച്ചുള്ള മോഹവും നരകത്തിൻ്റെ വക്കിൽ വെച്ചുള്ള മോഹവും നരകത്തിയിൽ കത്തുന്ന സമയത്തുള്ള അട്ടഹാസവും അവിടുത്തെ മോഹവും ഒക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഖബറാളി എങ്ങാനും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരുന്നുവെങ്കിൽ അവൻ മോഹിക്കുന്ന മോഹം വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്, മരിച്ചുപോയ ഒരാളയാളുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ നമ്മളതൊന്ന് സങ്കല്പിച്ചാൽ അയാൾ ചോദിക്കുക എന്തായിരിക്കുന്നറിയോ? അല്ലാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒരു 2 റക്അത്ത് നിസ്കരിക്കാനും ഒന്ന് തസ്ബീഹ് ചെല്ലാനും ഒക്കെ ഒരു അവസരം കിട്ടിയെങ്കിൽ നാവും ഇപ്പം ഖബർ കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ആഗ്രഹിക്കുന്നത്. അത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാണ് അൻതി ഫി ദുനിയ, അവരുടെ മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. മൂമിനാണെങ്കിലും ഗാഫറാണെങ്കിലും ഒന്നും ആരുടെ മോഹവും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഇത് കേൾക്കുന്ന നമ്മളിപ്പോൾ എവിടെയുള്ളത്? നമ്മൾ ഹയാത്തിലുള്ളത്. നമുക്കിപ്പോൾ നല്ല ഗോൾഡൻ ചാൻസ് ആണ്. നമ്മളെ സങ്കല്പിക്കുക, നമ്മൾ മരിച്ചു, ഖബറടക്കി, ഖബർ കടന്നിട്ട് നമ്മളിങ്ങനെ മോഹിക്കുകയാണ്, അല്ലാ ഒന്ന് നിസ്കരിക്കാൻ പറ്റിയെങ്കിൽ, ഒരു സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റിയെങ്കിൽ, ഒന്ന് തസ്ബീഹ് എല്ലാം പറ്റിയെങ്കിൽ നടക്കുമോ? നടക്കൂല. ഇത് നമുക്കൊക്കെ അറിയാം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ നടക്കൂല. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ജീവൻ തന്ന സമയമാണ്. ഇപ്പൊ നമുക്കിത് നടക്കും, ഇപ്പൊ നമ്മൾക്കിതൊക്കെ നടക്കും. അതാണ് ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറഞ്ഞതെന്ത്? അഹിബ്ബത്തി, എൻ്റെ സ്നേഹിതന്മാരെ, നിങ്ങളിപ്പോ കേട്ട് കഴിഞ്ഞില്ലേ? ഫി മഅരിഫത്തി ഉംനിയാത്തിൽ മൗതാ, മരണപ്പെട്ട ആളുകളുടെ മോഹങ്ങളും അവരുടെ പൂതികളും ഒക്കെ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ഉൾക്കൊള്ളണം? അത് ദാഫിഉൽ മുഹാസബത്തിൻ നഫ്സി, ആത്മവിചാരണക്ക് നമുക്കിതൊക്കെ പ്രേരകമാവണം. വസിയാദത്തുൽ അമലി സാലിഹി, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പ്രേരണ ചെലുത്തണം. വൽ കഫ്ഫി അനിൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കാനും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പ്രേരണയാവണം. അതിനാണ് നമ്മളിതൊക്കെ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ മരിച്ചവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ കാര്യം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരലോകത്ത് നടക്കാൻ പോകുന്നതാണ് ഈ കേട്ട കാര്യങ്ങളൊക്കെ. അതാണ് കുറ്റവാളികൾ തലയും താഴ്ത്തിപ്പിടിച്ച് കുറ്റബോധത്തോടെ നിന്നിട്ട് പറയാണ്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, അതുകൊണ്ടൊന്ന് മടക്കിത്താ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമായിട്ടുണ്ട്. നടക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും ഈ വചനം ഇന്ന് കേട്ട ഓരോ വചനങ്ങളും ഞാൻ സൂറത്തും ആയത്ത് നമ്പറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. എപ്പോഴൊക്കെ മനുഷ്യന് ഖേദം വരും, മരണത്തിൽ തുടങ്ങി നടക്കൂലെന്നറിഞ്ഞിട്ടും നരകത്തിൽ കത്തുമ്പോൾ വരെ ഈ നിലവിളിയുണ്ട്. നടക്കൂലെന്ന് ഉറപ്പല്ലേ, നരകത്തിൽ കത്തല്ലേ, എന്നാലും നിലവിളിച്ച് തന്നെ പറയണത്. മനുഷ്യൻ്റെ പൂതി, അവൻ്റെ ഇടങ്ങേറുകൊണ്ടാണോ അവനാ പറയണത്? രക്ഷപ്പെടൂലെന്നറിയാം, എന്നാലും നിലവിളിക്കുമല്ലോ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ വാജിർ വാലിദീനാ മിനന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.